ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് സാരിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സാരിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സാരി, ഇതാണ് മാറ്റർ. കാരണം എന്തെന്നാൽ എന്നെ സാരി ഉടുത്ത് കണ്ട പലരും പറയാറുണ്ട്, പലരും എന്നല്ല മിക്കവാറും എല്ലാവരും പറയാറുണ്ട്, നിന്നെ സാരിയിൽ കാണാൻ അടിപൊളിയാണ്, സൂപ്പറാണ് എന്നൊക്കെ. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിലൊക്കെയാണ് ഞാൻ സാധാരണ ഭയങ്കര പ്രൊഫഷണലി ഉള്ളൊരു സാരി ഉടുക്കലൊന്നും അല്ല സംഭവം. അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യണമെന്ന് കരുതി. അപ്പോൾ അടിപൊളിയായിട്ട് എങ്ങനെ നല്ല വൃത്തിക്ക് നല്ല ഭംഗിയായിട്ട് സാരിയൊക്കെ കൊടുത്തൊരുങ്ങി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്കത് പ്രയോജനകരമാവും എന്ന് കരുതിയിട്ട് ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. സാരി ഉടുക്കാൻ ഇഷ്ടപ്പെടുന്ന, സാരി ഉടുത്ത് കാണാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ വീഡിയോ കാണുക. പിന്നെ പറയാനുള്ളത്, സാരി നമ്മൾ ലേഡീസിന് ഏത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും സാരിയോളം വരില്ല ഈ മറ്റേത് ഡ്രസ്സും. കാരണം സാരി ഉടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഭംഗിയാണ്. അതിപ്പോൾ എൻ്റെ ഒരു മാത്രം അഭിപ്രായമൊന്നുമല്ല, എല്ലാവരുടെ അഭിപ്രായം അതുതന്നെയാണ്. സാരിയിൽ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. സാരി നല്ല ഭംഗിയുള്ളൊരു വസ്ത്രമാണ്. അപ്പോൾ ഈ സാരി ഉടുക്കുന്ന രീതിയിലാണ് കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സാരി ഉടുത്തു കഴിഞ്ഞാൽ ഒരേ ഭംഗി വരുമോ? ഇല്ല. ഇപ്പോൾ തടിച്ചവരാണെങ്കിലും മെലിഞ്ഞവരാണെന്നുണ്ടെങ്കിലും ഏത് ശാരീരിക പ്രകൃതി ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഉടുക്കേണ്ട രീതിയിൽ ഉടുത്തു കഴിഞ്ഞാൽ സാരിയിൽ കാണാൻ അവർ ഭംഗിയായിരിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അയ്യോ ഞാൻ തടിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ വല്ലാതെ മെലിഞ്ഞിട്ടാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഡ്രസ്സിൽ കൊള്ളൂല എന്നൊന്നും തോന്നരുത്. സാരിയിൽ എങ്ങനെയുള്ളവർക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് ഉടുക്കേണ്ട രീതിയാണ് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സാരി ഉടുത്തു കഴിഞ്ഞാൽ പൊളിയാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മളിപ്പോൾ ഈ ഒരു ഞാൻ ബ്ലൗസ് ഇട്ടിരിക്കുന്നത് ആക്ച്വലി ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ വേറെ ഹാഫ് സ്ലീവ് അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആണെന്നുണ്ടെങ്കിലും ഹാഫ് സ്ലീവ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഇട്ട് സാരി ഉടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉടുക്കാം എന്നുള്ളൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു സാരി ഉടുത്ത് തുടങ്ങാം. ആദ്യം വേണ്ടതൊരു സാരിയാണ്. ഇപ്പോൾ ആരെങ്കിലും സാരി ഉടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം ഓടിപ്പോയിട്ടൊരു സാരി എടുത്തിട്ട് വന്നോ, എന്നിട്ട് നമുക്ക് ഒപ്പം എടുത്ത് തുടങ്ങാം. ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് സാരി എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ സാരി എടുക്കുന്നവരാണെങ്കിൽ ഓടിപ്പോയിട്ടൊരു സാരി എടുത്തിട്ട് വരിക, എന്നിട്ട് നമുക്ക് ഉടുക്കാൻ തുടങ്ങാം. നമുക്കതിനകത്തേക്ക് വേണ്ടത് സെക്കൻഡ് സേഫ്റ്റി പിൻ, പിന്നെ ഒരു ഹൈ ഹീൽ, ഒരു ഹൈ ഹീലോ മീഡിയം ഹീലോ ആയിട്ടുള്ളൊരു ചെരുപ്പ്. ഞാനത് ഇടുവാണേ. ഇട്ടു. പിന്നെ സ്കേർട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് വെയർ ആയാലും ഏതായാലും കുഴപ്പമില്ല. എനിക്ക് സാധാരണയുള്ളതാണ് ഞാൻ ഉപയോഗിക്കില്ല. എനിക്ക് അത്രയ്ക്ക് കംഫർട്ടല്ല ഈ ഷേപ്പ് വെയർ. അപ്പം നമുക്ക് ആർക്കാണെങ്കിലും എത്ര കംഫർട്ടായിട്ടുള്ള സംഭവമാണ് അത് നോക്കിയിട്ട് എടുക്കുക. അത് സ്കേർട്ട് ഇങ്ങനെ കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേവലിന് താഴെ ആക്കിയിട്ട് ആണ് സ്കേർട്ട് എപ്പോഴും ധരിക്കേണ്ടത്. എന്നാലേ സാരി ഉടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഇരിക്കുകയുള്ളൂ. ഇതൊരു ടിപ്പാണ്. നേവലിന് താഴെ ആക്കിയിട്ട് മാത്രമാണ് ഈ സ്കേർട്ട് കെട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സാരി എടുക്കുക. ഓക്കെ. ഈ സാരി എടുക്കുമ്പോൾ ആദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സാരി തിരിച്ചാണോ മറിച്ചാണോ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ പുറത്ത് പോയിട്ട് ആരെങ്കിലും നോട്ടീസ് ചെയ്ത് പറയും, അയ്യോ സാരി എന്താ തിരിച്ചെടുത്തിരിക്കണല്ലോ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരിച്ചാണോ മറിച്ചാണോ എന്നുള്ളത് ആദ്യം നോക്കുക. ഇവിടെ കുറച്ച് തുമ്പ് ഇങ്ങനെ എടുത്ത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞങ്ങളിവിടെ തിരികെ കൊടുക്കുക എന്നൊക്കെ പറയും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് കറങ്ങി വരുന്നു. ഓക്കെ. ഇത് കറങ്ങിയാലും അല്ലാതെ ഇങ്ങനെ തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല, കറങ്ങി വരും. എന്നിട്ട് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നു. ഈ സാരി ഇങ്ങനെ പതുക്കെ എടുത്ത് ഇതെന്ത് ചെയ്യുന്നു, ഇതിന് റൗണ്ട് എടുക്കുന്നു. ഇതിങ്ങനെ നമ്മളിവിടെ എടുക്കുന്നു. ഓക്കെ. ഈ സാധനത്തിന് നമുക്കിവിടെ ഒരു കുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. എടുത്ത് ഇത് നമ്മൾ മുന്താണി പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യമായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എടുക്കുന്നില്ലേ, ഇതിങ്ങനെ നമ്മൾ 1 പ്ലീറ്റാണ് ഇടുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒപ്പം ഇങ്ങനെ നിൽക്കണം. ഒപ്പം നിർവയ്ക്കുക.
എന്നിട്ട് നമ്മളിത് ബാക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുട്ടിന് താഴെയായിട്ട്, അതായത് മുട്ടിന് ജസ്റ്റ് താഴെയായിട്ട്, ഒത്തിരി താഴേക്ക് ആക്കരുത്. കാരണം നമ്മൾ പ്ലീറ്റ് വന്നു കഴിഞ്ഞാലേ നിലത്തുകൂടി ഇട്ട് ഭയങ്കരമായിട്ട് വലിക്കും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഇറക്കം കൊടുക്കരുത്. നമ്മുടെ കറക്റ്റ് അളവെന്ന് പറയുമ്പോൾ മുട്ടിന് ജസ്റ്റ് ഒരു താഴെ, അല്ലെങ്കിൽ മുട്ടിൻ്റെ ആ ഒരു അളവിൽ നമ്മളിങ്ങനെ കൊടുത്തു. ഈ സാധനം കൊടുത്തു, അതിന് വിട്ടു. ഓക്കെ, നമ്മൾ ആ ഒരു സംഭവം വിട്ടു. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ കുത്തി വെച്ചിരിക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതാ ഇതിങ്ങനെ നമുക്ക് കിട്ടും. ഇതിങ്ങനെ കിട്ടും. ഇതിലാദ്യം ചെയ്യേണ്ടത് ഈ ഭാഗം, ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഇത് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ചുമ്മാ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. കുത്തി കൊടുത്തതിന് ശേഷം പിന്നെ പ്ലീറ്റ് എടുക്കുക. പ്ലീറ്റ് എടുക്കുന്നത് കുഞ്ഞ് പ്ലീറ്റ് എടുക്കണം. കാരണം വലിയ 4 പ്ലീറ്റൊക്കെ എടുത്തിട്ട് കുത്തി അത് കഴിഞ്ഞ് നോക്കുമ്പം ഭയങ്കര വൃത്തികേടായിരിക്കും, ഭംഗി ഉണ്ടാവില്ല. അതാണ് കാര്യം. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് എടുക്കാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് എടുക്കുമ്പോൾ ഇവിടെ എടുക്കുന്നതില്ലേ, ഇതൊക്കെ ഒപ്പമായിട്ട് എടുക്കണം. ഇതുണ്ടോ, ഒന്നിച്ച് വരുന്ന രീതിയിൽ വൃത്തിക്ക് ഇങ്ങനെ പ്ലീറ്റ് എടുക്കുക. ഇങ്ങനെ എടുത്തു. ഇതെല്ലാം കൂടെ ഒന്നിച്ച് നല്ല ഭംഗിക്ക് നിൽക്കണം. പിന്നെ ഇവിടെ ഒന്നുകൂടെ എടുക്കാൻ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കരുത്. കാരണം അത് ആ സ്ഥലം ആ ഒരു ഏരിയ ഇതിങ്ങനെ വിടുക. അല്ലെങ്കിൽ ഇത് ഇവിടെ വരുമ്പില്ലേ, നമ്മൾ അടുത്ത പ്ലേറ്റും കൂടെ വരുമ്പോൾ ഇതിങ്ങനെ നിൽക്കും, അതൊരു വൃത്തി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പം നമ്മളിങ്ങനെ എടുത്തു. കണ്ടില്ലേ പ്ലേറ്റ്, നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ ഇടയിൽ ഓരോ പ്ലേറ്റുകളൊക്കെ ഇങ്ങനെ കളമര ഒളിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഇങ്ങനെ പതുക്കെ നമുക്ക് എടുക്കുക. എടുത്ത് വൃത്തിക്ക് ഒപ്പം ഇങ്ങനെ കയറ്റി പിടിച്ചിട്ട്, ലെങ്ത്ത് വല്ലാതെ മുകളിലേക്ക് പിടിച്ചിട്ട് ഉള്ളിലേക്ക് കുത്തരുത്. താഴെയുള്ള നമ്മുടെ ചെരുപ്പിട്ടിട്ടുണ്ടല്ലോ, അതിങ്ങനെ മറിഞ്ഞ് കിടക്കുന്ന രീതിയിൽ താഴത്തേക്ക് ഇത് വെക്കുക. ഈ പ്ലേറ്റ് വെച്ചതിന് ശേഷം ഇതാ ഇത്രയായി കഴിയുമ്പം നമ്മളൊരു പിന്നെടുക്കുക. പിന്നെടുത്തിട്ട് ആദ്യം പ്ലേറ്റിൽ കുത്തരുത്. ഇവിടെ നമ്മൾ കുത്തി വെച്ചിരിക്കുന്നത് കണ്ടോ, ഈ കുത്തി വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവത്തിനെ ഇതിവിടെ കറക്റ്റായിട്ട് വൃത്തിക്ക് നമ്മുടെ നേവലിൻ്റെ കറക്റ്റ് താഴെ സൈഡിലായിട്ട്, നേവൽ കുറച്ച് റൈറ്റിലായിട്ട് ഇങ്ങനെ ഒരു പിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കുത്തിയതിനോടുകൂടെ ചേർന്നിട്ട് ഈ പ്ലേറ്റിൽ കുത്തുക. ഇപ്പോൾ സെറ്റായില്ലേ? ഈ പിന്നെ കൊള്ളൂല, സെറ്റാ. കുത്തി. ഇനി ഇത് എവിടേക്കും അനങ്ങി പോവില്ല കേട്ടോ. നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഇത് പ്ലീറ്റ് അങ്ങനെ താഴെ വീണ് പോകും. ഭയങ്കര ടെൻഷനായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഇതിങ്ങനെ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു ഏരിയ ഇത്രയും ഭാഗമില്ലേ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വിടുക. ഇൻസേർട്ട് ചെയ്തു. അത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ മടങ്ങി അവിടെ ഒന്നും ഇരിക്കരുത്. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ് ഭയങ്കരമായിട്ട് തോന്നും. അപ്പോൾ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട നെക്സ്റ്റ് പരിപാടി ഇവിടെ നമ്മളിങ്ങനെ ഈ കൈ ഇതിനകത്തേക്ക് പോകുമ്പോൾ ഇവിടെ കുറച്ച് നമുക്കിതിലൂടെ ഇങ്ങനെ കൈ എടുക്കുമ്പോൾ ഇവിടെ കുറച്ച് സംഭവം കിട്ടും. ഇത് കുറച്ച് തുമ്പ്, ഇതൊരു വല്ലാത്ത തുമ്പില്ലാത്തൊരു തുമ്പാണ്. ഈ തുമ്പ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതും ഇൻസേർട്ട് ചെയ്യുക. പിന്നെ കിടക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇതിവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. കാരണം നമ്മൾ പ്ലീറ്റ് എടുത്തതിന് കുറച്ച് ബാക്കി ഉണ്ടാവില്ലേ. അപ്പോൾ ഈ ഒരു സംഭവം എടുത്തിട്ട് നമ്മൾ ഇവിടെ വൃത്തിക്ക് ചെയ്യണം കേട്ടോ. ഇവിടെയൊക്കെ കറക്റ്റായിരിക്കണം, ഇങ്ങനെ ആയിരുന്നു നിൽക്കണം. ഇങ്ങനെ എടുത്ത് ഇതിനെന്ത് ചെയ്യണം, നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ബാക്ക് ഇതിൻ്റെ അടിയിൽ ഈ ഒരു സംഭവം ഇതിൻ്റെ അടിയിൽ, അതായത് നമ്മൾ ഈ ഒരു സാധനത്തിൻ്റെ അടിയിൽ ഇവിടെ നമ്മൾ ചുരുട്ടി കൂട്ടി ഇങ്ങനെ കുത്തി വെക്കരുത്. അതും ഇവിടെ ഇങ്ങനെ മുഴച്ച് കാണും. അപ്പോൾ നമ്മളിവിടെ വൃത്തിക്ക് ഇതിനെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ 2 പ്ലേറ്റോ പ്ലേറ്റാക്കിയിട്ടോ അങ്ങനെ കുത്തി കൊടുക്കുക. കുത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഏരിയയിലൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് ഈ ഏരിയയൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാം. ഇതിനെയൊക്കെ അതുപോലെ വൃത്തിക്ക് ഇങ്ങനെ കൊടുക്കുക. ഇൻസേർട്ട് ചെയ്ത് നല്ല ഭംഗിക്ക് കൊടുത്തു കഴിഞ്ഞാൽ
ഇവിടെ ഇങ്ങനെ തുമ്പൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും ഓട്ടോമാറ്റിക്കലി. കാരണം എന്താണെന്നറിയാം, നമ്മൾ നേരത്തെ അവിടെ ഒരു തുമ്പില്ലാത്ത തുമ്പിനെ കൊണ്ട് അവിടെ കൊണ്ട് കുത്തിയല്ലോ. അപ്പോൾ ആ കുത്തലുള്ളത് കൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇവിടെ ഈ പ്ലീറ്റ് ഇങ്ങനെ വന്ന് നിൽക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, ഈ ഒരു സാധനം എടുത്തു, നമ്മൾ മുന്താണി എന്നൊക്കെ പറയും, തമിഴിലാണ് മുന്താണി എന്ന് പറയുന്നതെന്ന് തോന്നുന്നു അല്ലേ, ആണ്. അപ്പോൾ ഇവിടെ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കയറ്റി വെക്കരുത്. ഇത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം സാരി കൊടുത്ത എല്ലാ ഭംഗിയും പോയി കിട്ടും. ഇത് ഇങ്ങനെ കുറച്ച് ഈ ഒരു ഇത്രയും ആക്കിയിട്ട് വെക്കുക. അത് കഴിഞ്ഞ് അടുത്തൊരു പിന്നെടുക്കുക. ആകെ ഈ ഒരു സാരി ഉടുക്കുന്നതിന് ആവശ്യം 2 പിന്നാണ്. ബാക്കിയുള്ള സാരി ഉടുക്കുമ്പോൾ എവിടെയൊക്കെ പിൻ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സാരി ഉടുത്തു കഴിഞ്ഞാൽ അനങ്ങുമില്ല, 2 പിന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷേ എന്തിനാ എല്ലാം കൂടെ ഇങ്ങനെ ഇട്ട്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളിങ്ങനെ എടുക്കുന്നു. ഇവിടെ എടുത്ത് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിലൂടെ കൊണ്ടുവന്ന് നല്ല ടൈറ്റായിട്ട് ഇവിടെ കുത്തണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇങ്ങനെ ലൂസായി വരും. അതുകൊണ്ട് നല്ലോണം മാക്സിമം ടൈറ്റിൽ പിടിക്കുക. ഇവിടെ ഈ ഒരു, അതായത് തൊട്ട് ഈ ഒരു ഭാഗത്തേക്ക് കുത്തരുത്. ഇവിടെ നിന്ന് വിട്ട് കുറച്ച് താഴത്തേക്ക് ആക്കിയിട്ട് ബാക്കിൽ കുത്തണം കേട്ടോ. ബാക്കിൽ കുത്തണേ, കുത്തി നിന്ന്. ഓക്കെ, കണ്ടോ? അപ്പം ഇങ്ങനെ കുത്തി താഴിട്ടു. ഫൈനൽ ലുക്ക് ആവാറായി. എന്നല്ല, ഓൾമോസ്റ്റ് ആയി. അപ്പം നമുക്കിപ്പോൾ താഴെ കണ്ടോ, ഇത് ആവശ്യത്തിന് മാത്രം. പക്ഷേ ഈ ഒരു ഇത്രയും വേണം കേട്ടോ. ഇങ്ങനെ ഒന്ന് നിലത്തുനിന്ന് ടച്ച് ചെയ്യണം, എന്നാലേ ആ ഒരു ഭംഗി ശരിക്കും വരുള്ളൂ. നമുക്കൊരു ഹൈറ്റ് ഫീൽ ചെയ്യുന്നതും അതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോസ് ചെയ്യാം. നല്ല സ്റ്റൈലായിട്ട് നടന്നിട്ട് ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും പോവാം. ഇങ്ങനെ ഏത് സ്റ്റൈലിൽ വേണമെന്നുണ്ടെങ്കിൽ പോകാം, ഏത് ഫംഗ്ഷന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് പോവാം. വളരെ സിമ്പിൾ ലുക്കാണ്. പക്ഷേ ഒരു ക്ലാസി എലിഗൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു രീതിക്കായിരിക്കും ഈ ഒരു സംഭവം ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഇവിടെ 2 മുടി ഇങ്ങനെ ഇട്ടു, ഒരു കുഞ്ഞ് കമ്മൽ ഈ സംഭവം ഇട്ടു. ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പം വേറെ ഒരു ഹാഫ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള ഒരു ഇങ്ങനത്തെയൊക്കെ സാരി കൊടുക്കുമ്പോഴേ ഒരു വളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു ബ്രേസ്ലെറ്റ്, ഒരു വള അങ്ങനെയൊക്കെ ഇട്ടാൽ മതി. സംഭവം മൊത്തത്തിൽ ഇങ്ങനെ കാണാനായിട്ട് സുന്ദരിയായിട്ടില്ലേ. ഇത്രയേ ഉള്ളൂ ഫൈനൽ ലുക്ക്. അടിപൊളിയല്ലേ സംഭവം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പം ഞാൻ ഇത് ഇങ്ങനെ നമുക്കിപ്പോൾ ഇങ്ങനെ ആവശ്യത്തിനകത്ത് ഇങ്ങനെയും പിടിക്കാം. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ ചെയ്യണം. നേരത്തെ ഞാൻ കുറേ വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, തുടക്കമാണ്. അപ്പം സബ്സ്ക്രൈബേഴ്സ് കുറവായിരിക്കും, വ്യൂസൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യാതിരിക്കരുത്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു പാർട്ടായിട്ടുള്ളൂ. നമ്മുടെ സാരി ഉടുക്കൽ തന്നെ ഒരുപാട് പാർട്ടുകൾ വരാനുണ്ട്. പിന്നെ കുറേ നമ്മളിപ്പം നമ്മുടെ ക്യാപ്ഷനിലുള്ള പോലെ ലൈഫ് സ്റ്റൈൽ, മോട്ടിവേഷൻ, നമ്മുടെ ട്രാവൽ തിങ്സ്, വ്ളോഗുകൾ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളതൊക്കെ വരാനുണ്ട്. അപ്പം എന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മളിത് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഭയങ്കര കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് വരും. എനിവേ, താങ്ക് യു സോ മച്ച്. ടാറ്റ, ബൈ ബൈ, സീ യു.